ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് സാർ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചാൽ ഗൈസ് നമ്മൾ 2 അപ്ഡേറ്റുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഗൈസ് ആദ്യത്തെ അപ്ഡേറ്റ് എന്ന് വെച്ചാൽ കെവിൻ ഡിബ്രോയിനെ സ്വന്തമാക്കാൻ ഇപ്പോൾ നാപ്പോളിയെ മുമ്പോട്ട് വന്നിട്ടുണ്ട്. എന്തായാലും അടുത്ത സീസണിൽ ഉറപ്പായിട്ട് നാപ്പോളിയെ തന്നെ കെവിൻ ഡിബ്രോയിനെ പോകാൻ സാധ്യത കൂടുതലുണ്ട്. കരാറൊക്കെ ഓൾമോസ്റ്റ് എല്ലാം സെറ്റായെന്നാണ് ഇപ്പം വരുന്നത്. എന്തായാലും അടുത്ത സീസണിൽ കെവിൻ ഡിബ്രോയിന നാപ്പോളിയയിലായിരിക്കും. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തായാലും താഴെ കമൻറ്റ് ചെയ്യണം. കെവിൻ ഡിബ്രോയിന ഈ സീസൺ വിട്ട് ഇപ്പം മാഞ്ചസ്റ്റർ സിറ്റി വിട്ട് 10 വർഷത്തെ എക്സ്പീരിയൻസ് ആണ് മാഞ്ചസ്റ്റർ സിറ്റിയിൽ. അത് കഴിഞ്ഞാണ് ഇപ്പം കെവിൻ ഡിബ്രോയിനെ ടീം വിടുന്നത്. മാഞ്ചസ്റ്റർ സിറ്റി ഇപ്പം നാപ്പോളിയിലോട്ട് പോകുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തായാലും താഴെ കമൻറ്റ് ചെയ്യണം. ഗൈസ് അടുത്ത അപ്ഡേറ്റ് എന്ന് വെച്ചാൽ മുംബൈ താരമായ കരേലിസിൻ്റെ കരാറ് മുംബൈ സിറ്റി ഇപ്പം പുതുക്കിയിട്ടില്ല. അതുകൊണ്ട് ഇപ്പം കരേലിസ് ഫ്രീ ഏജൻ്റാണ്. ഏത് ടീമിന് വേണേലും ഇപ്പം കരേലിസിനെ സ്വന്തമാക്കാം. ഗൈസ് ഇപ്പം നിങ്ങൾ ഓർക്കുന്ന കേരള ബ്ലാസ്റ്റേഴ്സ് മുമ്പോട്ട് വന്നിട്ടുണ്ടോ എന്നാണ്. കേരള ബ്ലാസ്റ്റേഴ്സ് ഇതുവരെ കരേലിസിനെ സ്വന്തമാക്കാൻ മുമ്പോട്ട് വന്നിട്ടും വലിയ കാര്യമൊന്നുമില്ല. കരേലിസ് വലിയ പ്ലെയറൊന്നുമല്ല. ഇടയ്ക്ക് ഫോം ആവും, ഇടയ്ക്ക് ഫോം ഔട്ടാകും. അപ്പം കരേലിസിനെ കുറിച്ചുള്ള അഭിപ്രായമൊക്കെ നിങ്ങൾ എന്തായാലും താഴെ കമൻറ്റിന് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, ഷെയർ, സബ്സ്ക്രൈബ്, ബൈ ഗൈസ്.